പുതിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. കടന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതിസന്ധികൾ അധികം ശക്തമായിട്ട് ഉണ്ടായിരുന്നു. മെനങ്ങാനും വൈകിട്ട് മുതൽ തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പലയിടത്തും വെള്ളമൊക്കെ കയറി ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കാറ്റ് അതിഭീകരമായി വീശിയിട്ട് വലിയ പ്രതിസന്ധികൾ പല ഭവനങ്ങൾക്കും ഉണ്ടായി. ഞാൻ മനസ്സിലാക്കിയ 4 പേർ എന്ത് ചെയ്തു, കേരളത്തിൽ 4 പേർ മരണപ്പെടുവാനായിട്ടിടയായി തീർന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ദൈവം അവിടങ്ങളായി നമ്മളെല്ലാവരെയും സൂക്ഷിച്ചു മറക്കട്ടെ. ഈ കാലാവസ്ഥയുടെ പ്രതിസന്ധിയിൽ നമുക്ക് ഇത്ര പേർക്ക് കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഞാൻ ചിന്തിച്ചു ആളുകൾ കുറവായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇത്രയും ആളുകൾക്ക് കടന്നു വരുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകി. നിങ്ങളെല്ലാവരുടെയും ഉത്സാഹത്തിനായി താല്പര്യത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവവചനത്തെങ്കിലേക്ക് നമ്മുടെ സത്യയെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം. അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. പിന്നാളുകൾ അവനെ വിഷമിപ്പിച്ചു. അവർ കേട്ടു, അവനോട് പൊരുതി. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ്. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത്. യോസഫിനെ കുറിച്ചുള്ള ചില വസ്തുതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സഹോദരന്മാരുടെ വാക്യങ്ങൾ വായിക്കണം. സഹോദരന്മാരുടെ ഉറച്ചു വായിക്കണം. ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവ നരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ദൈവത്തിന്റെ മഹത്വമുള്ള നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമുക്കറിയാം, യോസഫ് 12 ഗോത്രപിതാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് യോസഫ്. യോസഫിന്റെ ചരിത്രങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ഭാഗം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ഒരു വൃക്ഷം ഉണ്ടായാൽ ആ വൃക്ഷത്തിന് എന്തുണ്ട്? അത് ഫലം ഉണ്ട്, ഇല്ലേ? ഒരു വൃക്ഷം നമ്മൾ നട്ടാൽ ആ വൃക്ഷത്തെ കുറിച്ച് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്. വേറെ എന്ത് ചെയ്യത്തില്ല, നടില്ല. പായ് വൃക്ഷങ്ങളൊക്കെ വളർന്നു വരും, അത് വേറെ കാര്യം. നമ്മളൊരു വൃക്ഷം, പായ് വൃക്ഷങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, നടാറില്ല. പക്ഷെ വൃക്ഷത്തിന് ഒരു എന്താണ്? ഒരു ഉദ്ദേശം, നടുന്നതിന് ഒരു ഉദ്ദേശം. യോസഫിനെ ദൈവം ഫലപ്രദമായ ഒരു വൃക്ഷമാക്കി എന്ത് ചെയ്തു? അതെങ്ങനെയാണ്? നമ്മളും ഒരു വൃക്ഷങ്ങൾക്ക് തുല്യമാണ്. നമ്മൾ നട്ടിരിക്കുന്നത് കോലഞ്ചേരിയിൽ ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ് ദൈവം നമ്മെ എന്തിരിക്കുന്നത്? നട്ടിരിക്കുന്നത്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? നട്ടിരിക്കുകയാണ് ദൈവം, നമ്മെ നട്ടിരിക്കുകയാണ്. യോസഫിനെ ഒരു വൃക്ഷത്തോട് ബൈബിൾ ഉപമിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെയും ഒരു വൃക്ഷത്തോട് നാം എന്ത് ചെയ്തോണം? ഉപമിച്ചോണം. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ശക്തമായ ആ വൃക്ഷം എന്ത് ചെയ്തല്ല? ഫലം കായ്ച്ചു, ശക്തമായി ഫലം കായ്ച്ചു, അല്ലേ? വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും യോസഫാണ് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത്. വലിയൊരു ക്ഷാമത്തിൽ നിന്നും ഈ ജനത്തെ വിടുവിച്ചത് യോസഫാണ്. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ഹല്ലേലൂയ. വൃക്ഷം ഒന്നാമത് നടുന്നതിന്റെ ഉദ്ദേശം. 2, വൃക്ഷത്തിന്റെ കടമ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. 3, അനുകൂല സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക എന്നുള്ളതാണ്.
അപ്പൊ 3 കാര്യം ശ്രദ്ധിക്കൂ. വൃക്ഷത്തിന്റെ പ്രത്യേകത അത് നടുന്നതിന്റെ ഒരു വൃക്ഷം നട്ടാൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി. ലാഭ നട്ടാൽ മാങ്ങ പ്രതീക്ഷിക്കുന്നില്ല, പിന്നെ എന്താണ്? ചക്കയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചക്കയാണ് പ്രതീക്ഷിക്കുന്നത്. മാവ് നട്ടാൽ എന്താണ്? മാങ്ങയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നട്ട ഉടയവന് എത്ര പേർക്ക് അത് മനസ്സിലായി? നമ്മളെല്ലാവരും ഒരേ ഫലമല്ല കൊടുക്കുന്നത്, എല്ലാവരും വിവിധ ഫലങ്ങളാണ്. ഞാൻ പറഞ്ഞത്, ഒരാൾക്കൊരു പ്രാക്ടി കൊടുക്കാനാണ് ദൈവം കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു ഫലമാണ്. ഒരാൾക്കൊരു പ്രാർത്ഥിക്കാനാണ് കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു ഫലമാണ്. സ്നേഹിക്കാനാണ് കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു ഫലമാണ്. ഒരാൾക്ക് ക്ഷമിക്കാനാണ് കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു ഫലമാണ്. ഏത് ഫലമാണ് നമുക്ക് പുറപ്പെടുന്നത്? ഏത് ഫലം നമ്മളിലുള്ളത്? ഏത് ഫലമാണ് നമ്മളിലുള്ളത്? നമ്മൾ ചിന്തിച്ച്, എനിക്ക് ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നെങ്കിലും എനിക്കുണ്ടോ? ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നെങ്കിലും എനിക്കുണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ എന്ന് വേണ്ട ആത്മാവിന്റെ 9 ഫലങ്ങളിൽ ഒന്നെങ്കിലും എനിക്ക് അത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നെങ്കിലും കഴിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നെങ്കിലും അത് ഫലം കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? എല്ലാ ഫലവും കഴിച്ചില്ലെന്നിരിക്കാം. ഒരു വൃക്ഷത്തിൽ നിന്നും എല്ലാ ഫലങ്ങളും കിട്ടില്ല. പക്ഷേ ദൈവം നട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശത്തോടു കൂടി ഒരു ഫലം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. സ്തോത്രം. യോസേഫിനെ ദൈവം നട്ടതിന്റെ പ്രധാന ഉദ്ദേശം ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യണം? ക്ഷാമകാലത്തിനുണ്ട് വിടുവിച്ച് ദൈവീക പദ്ധതി പ്രകാരം അവരെ എന്ത് ചെയ്യണം? ഈജിപ്തിലേക്ക്, ഗോഷൻ ദേശത്തിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുപോകണമെന്നുള്ള ദൈവിക പ്ലാൻ. അതിനുവേണ്ടി യോസേഫിനെ എന്ത് ചെയ്തത്? നമ്മെ നട്ടത് എന്തിനാണെന്ന് നമുക്കറിയാമോ? അറിയാമോ? നമ്മൾ എന്തിനാ ഇവിടെ നട്ടതെന്ന് അറിയാമോ? ഉണ്ടായിരിക്കുന്നോ? അറിയത്തില്ലയോ? അലക്കൊണ്ടാക്കാനോ? ആണോ? അലക്കൊണ്ടാക്കാനല്ല കേട്ടോ. നമ്മളെ ജഡത്തിന്റെ പ്രവർത്തികൾ, ജഡത്തിന്റെ ഫലം കഴിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മെ നട്ടത്. ജഡത്തിന്റെ ഫലം കഴിക്കാൻ വേണ്ടി ദൈവം നമ്മെ നട്ടിട്ടില്ല. ആത്മാവിന്റെ ഫലം കൊടുക്കുവാൻ വേണ്ടി യജമാനൻ യഥാർത്ഥ ഉദ്ദേശത്തോടു കൂടെ, യജമാനൻ യഥാർത്ഥ ലക്ഷ്യത്തോടു കൂടെ നമ്മളെ ഈ ദേശത്ത് നട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്? അതും അറിയാമോ? അതല്ലോ അറിയാമോ? എന്ത് ഫലമാണ് നമ്മളിലുള്ളത്? എന്ത് ഫലം ഉള്ളത്? ചക്കയാണോ, മാങ്ങയാണോ, ആപ്പിളാണോ, ഓറഞ്ചാണോ? ഹല്ലേലൂയ, സ്തോത്രം. മധുരമുള്ള ഫലങ്ങളാണോ, കയ്പുള്ള ഫലങ്ങളാണോ? എന്ത് ഫലമാണ് നമ്മൾ കൊടുക്കുന്നത്? ഇന്ന് പകൽ നാം തിരിച്ചറിയണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം, മറ്റുള്ളവരെ രുചിപ്പിക്കത്തക്കവണ്ണം, മറ്റുള്ളവരെ മധുരിപ്പിക്കത്തക്കവണ്ണം ആത്മീക ഫലങ്ങൾ നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും പുറത്തു വരണം. അതിനുവേണ്ടി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ സേവിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ. ഇപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. നടുന്നതിന്റെ ഉദ്ദേശം, വൃക്ഷത്തിന്റെ കടമ, അനുകൂല സാഹചര്യങ്ങൾ. വൃക്ഷത്തിന്റെ കടമ എന്തുവാണ്? അതിന് ഏറ്റവും നല്ല ഫലം കൊടുക്കുക എന്നുള്ളതാണ് വൃക്ഷത്തിന്റെ കടമ. എന്റെ കടമ, നിങ്ങളുടെ കടമ. നിങ്ങൾ മറന്നു പ്രവർത്തിക്കരുത്. അത് കുഞ്ഞുങ്ങളെ, നമ്മൾക്കൊരു കടമയുണ്ട്. ദൈവം ആക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മറന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് പിതാവ് നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോ, പിതാവ് നമ്മെ നട്ടിരിക്കുമ്പോ, പിതാവിന്റെ ഇഷ്ടപ്രകാരം നമുക്ക് ഫലം കൊടുക്കുവാൻ കഴിയണോ? സ്തോത്രം. അതുകൊണ്ടാണ് ഈ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യണം? വചനം പഠിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ നല്ല ഫലം കൊടുക്കാൻ വേണ്ടിയാണ്. നല്ലൊരു ആത്മീക അന്തരീക്ഷത്തിൽ നിന്നേ നല്ല ആത്മീക ഫലം എന്ത് ചെയ്യാൻ പറ്റൂ?
കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ എത്രയും പ്രായമുള്ള മുതിർന്നവർക്ക് വരെ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയോ, ആത്മാവിന്റെ ഫലങ്ങൾ ആ ഗൗരവഭാവത്തോടെ എത്ര പേർ ദൈവത്തിന്റെ പാദമെടുത്തലായിരിക്കുന്നുണ്ട്. കർത്താവേ, എന്റെ ഫലം അനേകം ഭുജിക്കത്തക്കവണ്ണ, എന്റെ ഫലം അനേകം പ്രയോജനമാകത്തക്കവണ്ണ. വൃക്ഷത്തിന്റെ കീഴിൽ എത്ര പക്ഷികൾ വന്ന് എന്ത് ചെയ്യും? കൂട് കൊട്ടും, തണലിന് വേണ്ടി. ഇല്ലേ? ഇല്ലേ? ഇത് ചോദിക്ക, ആ വൃക്ഷത്തിന്റെ ഇലയെല്ലാം കൊഴിഞ്ഞു നിന്നാൽ ഏതെങ്കിലും പക്ഷികൾ വന്ന് കൂടുകൂട്ടുവോ? കൂടുകൂട്ടോ? ഇല്ല. തലച്ചൊരു വൃക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, അതിന്റെ വലിയത്രക്കാൾ എത്ര പേര് വന്ന് അതിന്റെ ചുവട്ടിൽ എന്ത് ചെയ്യും? ഒന്ന് എന്താ വിശ്രമിക്കാൻ വേണ്ടി എത്ര പേർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തഴപ്പും ഇല്ല, ഇലകളും ഇല്ല, എന്തില്ല, വീശി പടർന്നിട്ടും ഇല്ല. അതിന്റെ കീഴിൽ ആരെങ്കിലും വന്നിരിക്കോ? ഇല്ല. ഒരു പക്ഷികളും വരില്ല, ഒരു എന്താണ് വഴിപോക്കനും അവിടെ എന്തില്ല, വിശ്രമിക്കാൻ വരില്ല. കാരണം അത് വലിയ യാത്രക്കാരന്റെ ലക്ഷ്യത്തിലൂടെ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഫലപുഷ്ടമായ യോസേഫാണെങ്കിൽ അനേകർ എന്ത് ചെയ്യാണ്? യോസഫിൽ ആശ്രയിക്കാൻ, യോസഫിന്റെ ആ ഫലം അനുഭവിക്കാൻ തക്കവണ്ണം അനേകർ വരികയാണ്. നമുക്ക് പലർക്കും ഒരു തണലായി മാറണം, ഒരു ആശ്വാസമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പലർക്കും ഒരു ആശ്വാസമായി മാറണം. ഒരു വാക്കുകൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു സന്ദർശനം കൊണ്ട് അത് പലർക്കും ഒരു ആശ്വാസമായി മാറണം. സമാധാനം നൽകി തണലായി മാറുക. നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തി ഇങ്ങനെ വലിയൊരു വൃക്ഷമാക്കി തീർത്തിരിക്കുന്നതേ പലർക്കും ഒരു തണലാകാൻ വേണ്ടിയാ. മറക്കരുത്. എന്താണ് പല കിളികളും വന്ന് അതിനകത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയാ? കൂടുകൂട്ടി പാർക്കാൻ വേണ്ടി. ഹല്ലേലൂയ. പലരും വന്ന് വിശന്നിരിക്കുന്നവർ വന്ന് അതിൽ നിന്ന് ഫലം പറിച്ച് ഭക്ഷിച്ച് വിശപ്പടക്കുവാൻ വേണ്ടി. ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിനൊരു ലക്ഷ്യമുണ്ട്, ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്. വെറുതെ അല്ല ദൈവം നമ്മെ ഇത്രയും കൊണ്ടുവന്നത്. വെറുതെ അല്ല ദൈവം നമ്മെ ഇത്രയും കൊണ്ടുവന്നത്. നമ്മൾ ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നട്ടിരിക്കുന്നത് എവിടാ? ഈ വർഷത്തെ നീരുറവിന് അരികെ ഫലപ്രദമായ നീരുറവിന് ജല സാമീപ്യമുള്ള സ്ഥലം അല്ലേ? ഹല്ലേലൂയ. സങ്കീർത്തനം 1:3 തക്കകാലത്ത് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ. ഇവിടെ നട്ടിരിക്കുന്നേ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സീസണബിൾ ആയിട്ട് ഫലം കൊടുക്കുന്ന ഓരോ സീസൺ വരും. ആ സമയത്ത് ഫലം ചെയ്യും. കർത്താവ് ഇങ്ങനെ വഴിയാത്രയിൽ പോകുന്ന സമയത്ത് അത്തിവൃക്ഷത്തിന്റെ അതുവഴി എന്ത് ചെയ്തു? വിശന്നാണ് കർത്താവ് പോയത്. കർത്താവ് ഫലം എന്ത് ചെയ്തു? തിരഞ്ഞു. പക്ഷെ എന്ത് ചെയ്തില്ല? ഫലമൊന്നും കണ്ടില്ല. ഹല്ലേലൂയ. ഒരു തലഫലം പോലും അതിലില്ല. ഇല്ല. അതിനകത്ത് എന്തോ വേണം? ഒരു തലഫലമെങ്കിലും ഉണ്ടാകണം. അത്തി യഹൂദനെ കാണിക്കുന്നതാണ്. അതിൽ ഒരു ഫലം പോലും എന്ത് ചെയ്തില്ല?
ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. കർത്താവ് തിരിഞ്ഞ് അതിനെ എന്ത് ചെയ്തു? ശപിച്ചു. തിരിച്ചു വന്നപ്പോൾ ആ അത്തി എന്ത് ചെയ്തു? ഉണങ്ങി പ്രസല്ലോ. ഒന്ന് ചിന്തിച്ച് നോക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ അത്തിയോട് ചെയ്തത് പ്രസല്ലോ നമ്മൾ നോക്കുമ്പോൾ അത് ഭയങ്കര പച്ചയുള്ള ഫലപുഷ്ടമായിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു ഫലവും പുറത്തു വരുന്നില്ല. ആർക്കും അതുകൊണ്ടില്ല, പ്രയോജനമുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ തമ്പുരാനതിനെ എന്ത് ചെയ്തു? ശാസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കണമേ. അറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കഴിക്കുന്നതുമായ വൃക്ഷം. ഹല്ലേലൂയ. യോഹന്നാൻ 5:1 പറയുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ ഒരു പ്രഖ്യാപനമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ടിടയായി തീർന്നത്. നിങ്ങൾ എന്താണ്? ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും. അല്ല, പിതാവാണ് ഈ തോട്ടത്തിന്റെ ഉടമ. പിതാവാണ് നമ്മെ നട്ടിരിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി. ക്രിസ്തുവിന്റെ പ്രഖ്യാപനമാണ്. ഞാനൊരു മുന്തിരി വള്ളിയായി വളരുന്നു. എന്റെ പിതാവാണ് തോട്ടക്കാരൻ. ഈ സഭയുടെ തോട്ടക്കാരൻ കർത്താവാണ്. ഇതിന്റെ മുന്തിരി വള്ളി ക്രിസ്തുവാണ്. നമ്മൾ ആരാണ്? വാക്യം 5. നിങ്ങൾ കൊമ്പുകളും. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ തോട്ടക്കാരൻ പിതാവ്. ഹല്ലേലൂയ. മുന്തിരി വള്ളിയായ ക്രിസ്തു, കൊമ്പുകൾ നമ്മൾ. ഹല്ലേലൂയ. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഹല്ലേലൂയ. കൊമ്പുകളിൽ വസിച്ചിട്ടല്ലാതെ ആർക്കും ഫലം കൊടുക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒന്നിനും ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ന് മകൻ പിതാവാം ദൈവമോ പുത്രനാം ദൈവമോ കൊമ്പുകളായ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ ഫലം കൊടുക്കുവാനായി കർത്താവ് പറഞ്ഞു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവിനെ വിട്ടെന്തെങ്കിലും ചെയ്യാമെന്നുള്ള ചിന്ത മനസ്സിനകത്തുണ്ടെങ്കിൽ, ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അത് കഴിവ് കൊണ്ടോ പണത്തിന്റെ സമൃദ്ധി കൊണ്ടോ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ചിന്ത മനസ്സിനകത്തുണ്ടെങ്കിൽ, വേണ്ട വേണ്ട വേണ്ട, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ്. ദൈവം പ്രവർത്തിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന വിശുദ്ധന്മാരായ ദൈവജനത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇണങ്ങി കർത്താവിനോട് ഇണങ്ങി ആത്മാവിന്റെ ഫലം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കൂ. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവുന്ന വഴികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. മതിലെന്തിനെ കാണിക്കുന്നത്? സംരക്ഷണമുണ്ട്. മതിൽ സംരക്ഷണമാണ്. പക്ഷെ ഇവിടുത്തെ മതിൽ തടസ്സമാണ്. ബൗണ്ടറി ഇട്ടിരിക്കുക. ഇവിടുത്തെ മതിൽ ഈ പശ്ചാത്തലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവിടുത്തെ മതിൽ മുമ്പോട്ട് നീ ഇത്രയും വന്നാൽ മതി. നീ ഇതിനെ കടന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണ്ട, പോകണ്ട. അത് ചിന്തിക്കുകയാണ്. നീ ഇത്രയും വന്നാൽ മതി. പക്ഷെ യോസേഫ് പിശാച് പറയുക നീ ഇത്രയും വന്നാൽ മതി. ഇല്ലേ? സഹോദരങ്ങൾ പറഞ്ഞു, യോസേഫേ നീ മുട്ടക്കിണറ്റിലിട്ട് തീ തട്ടി തീർന്ന് നീ ഇവിടം വരെ ഉള്ളൂ. നിന്റെ പൊത്തിപ്പേർ പറഞ്ഞു നീ ഇവിടം വരെ മതി, നിന്നെ ഞാൻ ഇനി എന്ത് ചെയ്തില്ല, വിടത്തില്ല. നീ തീർന്നു, നിന്റെ കാര്യം തീർന്നു. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്നുകൊണ്ട് പിശാച് പറഞ്ഞു യോസേഫേ മതി,
ഇനി നിന്റെ ജീവിതം എവിടെ ആയിരിക്കും? കാലാഗ്രഹത്തിന് ഉള്ളവയിൽ തന്നെ ആയിരിക്കും. മതി മതി തീർന്നു. പക്ഷേ അല്ല, യോസേഫ് എന്ത് ചെയ്തെന്നറിയാമോ? മതിലിന്മേൽ പടയാൻ തുടങ്ങി. മതിലിന്മേൽ പടയാൻ തുടങ്ങി. മുകളിലേക്ക് അത് വളയുവാൻ തുടങ്ങി. അതിലെ കൊമ്പുകൾ നീട്ടുവാൻ തുടങ്ങി. അതിലെ കൊമ്പുകൾ ശിഖരങ്ങൾ നീട്ടുവാൻ തുടങ്ങി. അവർ മതിലിൽ ഒരിക്കലും ഇത് തടയാൻ കഴിയില്ല. പിശാചിനെ തടഞ്ഞിട്ട് ഒരു ബാധിയിട്ട് തടയാൻ നോക്കുമ്പോ ഫറവോൻ പറഞ്ഞു, അല്ല ഇവിടെ വരെ പോയി എന്ത് ചെയ്താൽ മതി? ആരാധിച്ചാൽ മതി. ഇവിടെ ഇത്ര വരെ മതി, ഇത്ര വരെ മതി. അങ്ങോട്ട് എന്ത് ചെയ്യണ്ട, പോകണ്ട. ബൗണ്ടറി ഇട്ടു. ഇപ്പോഴും നമ്മുടെ അല്ല ഫലം കഴിക്കുന്നതിൽ നമ്മുടെ ആത്മീക മുന്നേറ്റത്തിൽ ബൗണ്ടറി ഇട്ട് കാത്തിരിക്കുന്ന അത് പൈശാചിക ശക്തികളുണ്ടെന്ന് പക്ഷെ യോസഫ് അതിന്റെ മുകളിലൂടെ പടർന്നു. കഴിയില്ല. ഒരു വ്യക്തി ബൗണ്ടറി ഇട്ടാൽ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. അല്ല, യോസഫിന്റെ സഹോദരന്മാർ തന്നെ വെറുത്തു. അല്ല, യോസഫ് മതിലിന്മേൽ വളയാൻ തുടങ്ങി. അല്ലടി ആ സ്തോത്ര കൂട്ടായ്മകളിൽ സ്നേഹബന്ധത്തിൽ അല്ലടി നമുക്ക് ബൗണ്ടറി ഇടാം. അല്ലടി ആ കൂട്ടായ്മകളിൽ സ്നേഹബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നത്, അല്ല സാക്ഷ്യം പറയുന്നത്, ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നത്, വചനം പ്രഘോഷിക്കുന്നത് ബൗണ്ടറി ഇടാം. പക്ഷെ അതിന് മുകളിലൂടെ വളയുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അല്ലടി അവൻ ബൗണ്ടറി ഇട്ടാൽ, പിശാച് ബൗണ്ടറി ഇട്ടാൽ, അയ്യോ ഞാൻ ബൗണ്ടറിക്കകത്ത അല്ല ഒതുങ്ങി കൂടിയിരിക്കാനല്ല, ആത്മാവിൽ വളരുവാൻ ആത്മാവിൽ കുതിക്കുവാൻ തക്കമല്ല എന്ന് പറയുന്നത് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഹല്ലേലൂയ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അതിനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊഴുതു, അവന്റെ വില്ല് ഉറപ്പോടെ ചില വില്ലാളികൾ അമ്പെടുത്തെയ്തു. ചില വില്ലാളികൾ അമ്പെടുത്തെയ്തു. അല്ലെങ്കിൽ നിന്നെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല. നിന്നെ ഒതുക്കിക്കളയോ, നിന്നെ തകർത്തുകളയോ, നിന്നെ ഇല്ലാതാക്കിക്കളയോ. ജീവിത മേഖലകൾ, ജീവിത പ്രതിസന്ധികൾ നിന്നെ ഒതുക്കുവാനല്ല, അവരുടെ വില്ലുകൾ അത് എയ്തപ്പോ തമ്മിലെ യോസേഫിന്റെ ഉറപ്പോടെ എത്ര പേർ നമ്മളെ വിഷമിപ്പിച്ചു, എത്ര പേർ നമുക്കെതിരെ ഹല്ലേലൂയ കാര്യങ്ങൾ പറഞ്ഞു, അപവാദങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേർ അത് പൊരുതുവാനായിട്ടിടയായി തീർന്നു. വില്ലാളികൾ അവരെ വിഷമിപ്പിച്ചു. ഹല്ലേലൂയ
സ്തോത്രം. അവർ എഴുതു ചില ക്രൂര മോനകൾ, ചില വാക്കുകളായിരിക്കാം, ചില പ്രതിസന്ധികളായിരിക്കാം, ചില കഷ്ടങ്ങളായിരിക്കാം. അവരെ എഴുതും. ചിലർ അവനോട് പൊരുതും. യോസഫിന്റെ വില്ല് എന്ത് ചെയ്തു? ഉറപ്പോടെ നിൽക്കാൻ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒന്ന് എഴുതുകൊള്ളട്ടെ, അല്ലെങ്കിൽ നിന്നോട് പൊരുതിക്കൊള്ളട്ടെ, സ്തോത്രം, നിന്നോട് എതിർത്തുകൊള്ളട്ടെ, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നുകൊള്ളട്ടെ. യോസഫ് ഫലപ്രദമായ വൃക്ഷമായതുകൊണ്ട് അവൻ ഉറപ്പോടെ നിന്നു. അവൻ ഉറപ്പോടെ നിന്നു. ഒരു വാക്യം കൂടെ അവിടെ വായിക്കുകയാണ്. അവന്റെ വില്ലുറപ്പോടെ നിന്ന് അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ. അപ്പൊ യാക്കോബിന്റെ വല്ലഭനാരാ? യാക്കോബിന്റെ വല്ലഭനാരാ? അത് യഹോവയാം ദൈവമാ. യാക്കോബിന്റെ വല്ലഭൻ അത് യഹോവയാം ദൈവമാണ്. യാക്കോബിന്റെ വല്ലഭന്റെ കരം ഉറപ്പോടെ ദൈവത്തിന്റെ കൃപയാൽ നാം വിശ്വസിക്കുന്നെങ്കിൽ നമുക്കെതിരെ ക്രൂരമ്പുകൾ എടുത്ത് എയ്യുന്നവരെ, പൊരുതുന്നവരെ, അല്ലെങ്കിൽ യാക്കോബിന്റെ വല്ലഭന്റെ ഭുജം നമ്മുടെ ഭുജത്തിലും ഇറങ്ങും. തകർന്നു പോകില്ല കേട്ടോ. നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, തള്ളിക്കളയുന്നവർ തള്ളിക്കളയട്ടെ, എഴുതി വീഴ്ത്തുവാൻ ശ്രമിക്കുന്നവർ എഴുതി വീഴ്ത്തട്ടെ. ഇല്ല ഇല്ല, ഞാൻ പരാജയപ്പെട്ടുവാനല്ല, അത് എന്റെ വില്ല് ഉറപ്പോടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ദൈവ പൈതൽ ആത്മാവിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഏതൊക്കെ കഷ്ടങ്ങൾ വന്നാലും ഒരു ദൈവ പൈതൽ ആത്മാവിൽ വളർന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിന്നെ തകർക്കാനല്ല, ഒരു പ്രതിസന്ധിയിൽ നിങ്ങളെ തകർക്കാനല്ല. ഞാൻ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, പ്രതിസന്ധി നോഹയുടെ എന്ത് ചെയ്തോ, ആ പെട്ടകത്തിൽ വെള്ളം ഇങ്ങനെ എന്ത് ചെയ്തോ, അത് കയറുവാനായിട്ടിടയായി തീർന്നോ. നോഹയും 8 പേരും നോഹ ഉൾപ്പെടെ 8 പേരും മൃഗങ്ങളുമൊക്കെ പെട്ടകത്തിനകത്ത്. പ്രതിസന്ധികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവകൾ തുറന്നു. മുകളിൽ നിന്നും താഴെ കീഴിൽ നിന്നും വെള്ളം പാഞ്ഞൊഴുകുവാനിടയായി തീർന്നു. അതിൽ ഒരു കൂട്ടർ ദൈവത്തെ അനുസരിക്കാത്ത ഒരു കൂട്ടർ ജനം മുങ്ങി 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 ചത്തപ്പോൾ അവിടെ വിശ്വസിക്കുന്ന നോഹികൾ തുടങ്ങും. ആ വെള്ളത്തിൽ പൊങ്ങി 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 എത്രത്തോളം ഉയരാമോ അത്രത്തോളം ഉയർന്ന് ദൈവം ആ കുടുംബത്തെ വിടുവിച്ചു. ഇതുകൾ കഷ്ടങ്ങളുടെ മുകളിൽ കയറി നിൽക്കുമെന്നൊക്കെമല്ല, പ്രതിസന്ധിയുടെ മുകളിൽ കയറി നിൽക്കുമെന്നൊക്കെമല്ല. യോസഫ് നമ്മുടെ മാതൃക. ചിന്തിച്ചോണം, പ്രതിസന്ധി കഷ്ടങ്ങൾ വരുമ്പോ അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കണം. അടുത്തത് വരുമ്പം ചാടി കയറിക്കോണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ കയറത്തില്ലേ, അതിനെ കീഴടക്കിക്കോണം. ആ കഷ്ടത്തെ കീഴടക്കിക്കോണം, ആ പ്രശ്നത്തെ കീഴടക്കിക്കോ. അത് നമ്മെ കീഴടക്കല്ലേ, അത് നമ്മെ കീഴടക്കല്ലേ. അവരുടെ ദൈവത്വം ഞാൻ വിളിച്ചു പറയുന്നു. കഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, അവരുടെ ലജ്ജിപ്പിക്കുന്ന വാക്കുകൾ, നിന്ദിക്കുന്ന വാക്കുകൾ നമ്മളെ കീഴടക്കല്ല, നമ്മുടെ മനസ്സിനെ കീഴടക്കല്ല. അതിന്റെ മുകളിലേക്ക് കയറി അതിനെ അതിജീവിക്കുമെന്നൊക്കെ വേണ്ട, അതിനെ ഓവർകം ചെയ്യുമെന്നൊക്കെ വേണ്ട. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ വേണം.
ഇനി അടുത്ത ചിന്തിച്ചു നോക്കിയേ, ഫലമില്ലാത്ത അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. ആ വൃക്ഷത്തിന് ഫലമില്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. ലൂക്കോസ് 13 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിർത്തി വായിച്ചാട്ടെ. ലൂക്കോസ് 13 6 മുതൽ 9 വരെ. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. ഫലം തികഞ്ഞു. 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തികഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക. ഈ നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? യജമാനൻ പറഞ്ഞെന്താ? കൊട്ടക്കാരൻ എന്നുത്തരം പറഞ്ഞു. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, എന്നുത്തരം പറഞ്ഞു. ഫലമില്ലാത്തതിന് ശ്രദ്ധിച്ച് കേൾക്കണം. ഫലമില്ലാത്തതിന് കൂടുതൽ സംരക്ഷണം കൊടുത്തു. കേട്ടോണം. എന്താ കൊടുത്തു? ആദ്യം എന്ത് ചെയ്തു? ആദ്യം വെട്ടിക്കളഞ്ഞതല്ല, കൂടുതൽ സംരക്ഷണം. അതിനെ ചുറ്റും എന്ത് ചെയ്തു? ഇളച്ചു, വളമിട്ടു, വെള്ളം കൊടുത്തു, കൂടുതൽ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? മർമ്മം കിട്ടുന്നുണ്ടോ? ഫലമില്ലാത്തതിന് കൂടുതൽ സംരക്ഷണം, കൂടുതൽ കെയർ, കൂടുതൽ സ്നേഹം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അങ്ങനെ നേടാൻ പറ്റുള്ളന്നേ. അങ്ങനെ നേടാൻ പറ്റുള്ളന്നേ. അതിന് കൂടുതലായിട്ട് സ്നേഹം, അതിന് വീണ്ടും വളമിട്ടു, അതിന് വീണ്ടും തടവെടുത്തു, അതിന് വീണ്ടും വെള്ളമൊലിച്ചു. സ്തോത്രം. അപ്പോൾ ചിന്തിച്ചു നോക്കി, ഒഴിവുകൾ പറയാൻ ആരും എത്തിക്കില്ല. എന്റെ സാഹചര്യം ഇങ്ങനെയായിരുന്നു, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് എന്താണ് എനിക്കൊന്നും സാധിച്ചില്ല. ഒരു കാര്യങ്ങളൊന്നും പറയണ്ട. ഫലം കഴിക്കാൻ തമ്പുരാൻ പറഞ്ഞാൽ ഫലം കൊടുത്താൽ നിന്നെ ഇഷ്ടം പോലെ ദൈവത്തിന്റെ സംരക്ഷണവും സ്നേഹത്തിന്റെ ആഴവും ദൈവം നൽകിയിട്ടുണ്ട്. ഫലമില്ല എന്ന് കണ്ടിട്ട് തന്നെ വെട്ടിക്കളയാൻ പറഞ്ഞിട്ടാണ് വീണ്ടും സ്നേഹിച്ച് അവരെ വീണ്ടും കരുതി അവരെ വീണ്ടും ചേർത്ത് പിടിച്ച് വിളിച്ച് അവരുടെ പേരാൽ ഫലം കായ്ച്ചെങ്കിലോ എന്ന് പറഞ്ഞ് യജമാനനെ അത് സ്നേഹിക്കുകയോ. പിതാവ് യജമാനായ ക്രിസ്തു. ക്രിസ്തു നമ്മളെ എന്ത് ചെയ്യാനോ ഫലം കായ്ച്ചെങ്കിലോ പിതാവെ വെട്ടിക്കളയല്ലേ. 3 വർഷം ഫലം തിരഞ്ഞു. തോട്ടക്കാരൻ പറഞ്ഞു 3 വർഷം ഫലം തിരഞ്ഞു. പക്ഷേ യജമാനൻ പറയുക അല്ല, ഇല്ല, ഇല്ല. അല്ലെ ആ തോട്ടക്കാരന്റെ ദൈവമേ പിതാവേ, നീ അതിനെന്ത് ചെയ്യല്ലേ? വെട്ടിക്കളയല്ലേ. ഞാനതിനെ ഒന്നും കൂടെ എന്ത് ചെയ്തോട്ടെ? സ്നേഹിച്ചോട്ടെ. ഞാനതിനെ ഒന്നും കൂടെ ചേർത്ത് നിർത്തിക്കോട്ടെ. ഞാനതിനെ ഒന്നും കൂടെ കിളച്ചോട്ടെ. ഞാനതിനെ ഒന്നും കൂടെ വളയിട്ടോട്ടെ. ഒന്നും കൂടെ ഞാൻ ഉപദേശിച്ചോട്ടെ. ഒന്നും കൂടെ സ്നേഹം ഞാനോട് പകർന്നു കൊടുത്തോട്ടെ. എത്ര പേർക്ക് പറയുന്നത് ഫലമില്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ ആളുണ്ട്. പക്ഷെ സ്നേഹിക്കുവാനോ ചേർത്ത് നിർത്തുവാനോ വെട്ടിക്കള എളുപ്പം പ്രിയമുള്ളവരെ. വെട്ടിക്കള എളുപ്പം, ഈസിയാണ് കേട്ടോ. അടുത്തൊരു വാചകം കൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. യജമാനൻ ക്ഷമയോടെ കാത്തിരിക്കും. ഈ കിളച്ച് വളവിട്ട് വെള്ളമൊഴിച്ച് സ്നേഹിച്ചിട്ടും യജമാനൻ പിന്നെ എന്ത് ചെയ്യണം? ക്ഷമയോടെ. എന്റെ മകൻ ഫലം കായ്ക്കും. അടുത്ത വർഷം എന്റെ മകൾ ഫലം കായ്ക്കും. അടുത്ത വർഷം ഇല്ലപ്പോൾ ക്ഷമയോടെ. പിതാവേ
ഹല്ലേലൂയ. ഇതിൽ ഫലം കാണാതെ വന്നാൽ ജീസസ് ഹല്ലേലൂയ. ഫലം കായ്ച്ചിട്ടും ഒരു വൃക്ഷം ഫലം നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചോക്കെ. ഒരിക്കലും ഫലം കായ്ച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചോക്കെ. അതിനെ പിന്നെ അവിടെ നിർത്തോ? നമ്മൾ നിർത്തത്തില്ലല്ലോ. നോക്കും കുറച്ചൊക്കെ. പക്ഷേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വെട്ടിക്കളഞ്ഞിട്ട് അടുത്ത വൃക്ഷം വെക്കും, അടുത്ത തൈ വെക്കും. നമ്മൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ തോട്ടക്കാരൻ നമ്മുടെ പിതാവ് അങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ പിതാവ് അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, കൂടുതൽ സംരക്ഷണം, കൂടുതൽ സ്നേഹം. ഹല്ലേലൂയ. ഒരു കഴിവുകളും പറയാൻ ചിന്തിക്കത്തില്ല, പറ്റത്തില്ല. കാരണം അത്രമാത്രം കെയർഫുൾ ആയിട്ട് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചു. ഇനി ഫലം കൊടുക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ വീണ്ടും ക്ഷമയോട് കാത്തിട്ടു. അവസാനം ഇല്ല, എന്നിട്ടും ഫലമില്ല. പിന്നെ എന്ത് ചെയ്യും? നാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നാം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ആ സ്ഥാനത്തിന് ദൈവം നമ്മളെ മാറ്റിയിട്ട് അടുത്ത ആളെ അവിടെ കൊണ്ടുവരും. ചെയ്യുന്നില്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ഫലം നാം കൊടുക്കുന്നില്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ആത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കോ. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആകാത്ത ഫലം കായ്ച്ചാലോ? ആകാത്ത ഫലം കായ്ച്ചാലോ? യെശയ്യാവ് 5:6-7 വാക്യങ്ങൾ വായിക്കാമോ? മേലത്തെ വാക്യം ഒന്നോട്ട് വായിക്കാമോ? ഞാൻ എന്റെ പ്രിയതമന് പാടും. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ അടുത്തത് വേലി കെട്ടി കല്ല് പെറുക്കി കളഞ്ഞു. നല്ല വക മുന്തിരി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു. ഒരു ചക്കിട്ടു. അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ആകയാൽ എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ. ഞാൻ എന്തോ ചെയ്യണമെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മോട് ചോദിക്കുകയാ, കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ചെയ്യാനുള്ളതല്ല ചെയ്തു. ഫലപ്രദമായ സ്ഥലത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? നട്ടു. അതിന് വേലി കെട്ടി, അതിന് ചക്ക വെച്ചിട്ടു, അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് അധികം ശക്തിയോടെ നമ്മോട് ചോദിക്കും. ഫലം കഴിക്കാൻ ഇനി ഞാൻ എന്ത് ചെയ്യണം? കൊടുക്കുവാൻ ഇനി ഞാൻ എന്ത് ചെയ്യണ്ടോ? ഫലം കൊടുക്കുവാൻ ഇനി ഞാൻ എന്ത് ചെയ്യണ്ടോ? സ്നേഹിക്കുന്നിടത്തോളം ദൈവത്തെയോ സ്നേഹിച്ചോ, കരുതുന്നിടത്തോളം ദൈവം കരുതിയേ. ദൈവത്തിന്റെ മഹത്വം അതിശക്തിയോടെ വെളിപ്പെട്ടു വന്നു. ദൈവത്തിന്റെ കയറിങ്ങുണ്ടായേ ദീർഘക്ഷമയോടെ കാത്തിരുന്നു. എന്നിട്ടും അടുത്ത വായിക്കാമോ? കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ന് എന്തുകൊണ്ടാണ് അതിനകത്ത് ആകാത്ത ഫലം കായ്ച്ചു? നട്ടത് നല്ലതാണ്, സ്ഥലം നല്ലതാണ്, കെയറിങ് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് അതിനെ നോക്കിയത്. പക്ഷേ ക്ഷമയോടെ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന അനുഭവം നമ്മൾ തന്നെ വരാൻ പാടില്ല. എന്താ കാട്ടുമുന്തിരിങ്ങ? ആകാത്ത ഫലം.
ജഡത്തിന്റെ ഫലം, ജഡത്തിന്റെ പ്രവർത്തികൾ അതാ കാട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവർത്തികൾ അതാ കാട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ നിന്ന് ജഡത്തിന്റെ പ്രവർത്തികൾ പുറത്തു വരുവാൻ ഇടയായി തീരരുത്. ആത്മാവിന്റെ ഫലം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. സ്നേഹത്തിന്റെ ഫലം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ദൈവകൃപയുടെ ഫലം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കട്ടുകൊണ്ടിരിക്കുക കാഴ്ച തോട്ടത്തെ എന്ത് ചെയ്യും? അറിയിക്കാം. വേലി പൊളിച്ചു, അത് തിന്നുപോയി, മതിലിടിച്ചു, ചവിട്ടി മെതിച്ചു പോയി, ശൂന്യമാക്കി, വള്ളിത്താൽ മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കുന്നു. പറക്കാരെയും മുള്ളും മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ചിന്തിച്ചോക്കെ, ഫലം കായ്ച്ചില്ലെങ്കിൽ തമ്പ് ഞാൻ വേലി അങ്ങ് പൊളിക്കും. മേഘങ്ങളോട് കൽപ്പിക്കും, മേലിൽ ഇവിടെ എത്തിക്കരുത്, മഴ പെയ്യല്, ബാക്കി എല്ലായിടത്തും പെയ്തു. നന്മയെല്ലാം എന്ത് ചെയ്യും? നന്മയെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കും. എത്ര പ്രാർത്ഥിച്ചിട്ടും പിന്നെ കാര്യമൊന്നും ഇല്ല. കുറുക്കൻ കയറി എന്ത് ചെയ്യും? ചവിട്ടി മെതിക്കും. മുള്ളും പറക്കാലെയും പിന്നെ എന്ത് ചെയ്യും? അതിനകത്ത് മുളയ്ക്കും. വള്ളിത്തല മുറിക്കാത്തൊരു കാലം വരും. വള്ളിത്തല മുറിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഫലം കായ്ക്കില്ല. പിന്നെ വള്ളിത്തല മുറിക്കാത്തൊരു കാലം വരും. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഫലം കൊടുക്കുവാൻ ദൈവം ഈ കോലഞ്ചേരിയുടെ പട്ടണത്തിൽ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കണമെന്ന് അത് നമുക്കൊക്കെ ചിലത് ചെയ്യാൻ കഴിയും. സമ്പത്തുള്ള സമയത്ത് സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായം 8 മുതൽ വായിക്കാമോ? 8 മുതൽ വായിക്കാമോ? നീ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു. ഇസ്രായേൽ ജനത്തെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൊണ്ടുവന്ന് നട്ട കാര്യമാണ് പറയുന്നത്. ഞാൻ അതിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിൽ നിന്നും ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. അതാരാ? ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവന്നു. ജാതികളെ എല്ലാം അവിടെ എന്ത് ചെയ്തു? മല്ലന്മാരെ നീക്കിക്കളഞ്ഞു, ജാതികളെ നീക്കിക്കളഞ്ഞു. എന്നിട്ട് അവിടെ നട്ടു, അതിന് തടവെടുത്തു, വേരൂന്നി ദേശത്ത് വളർന്നു, മൂടിയിരുന്നു, ആയിരുന്നു, സമുദ്രം വരെയും. നമ്മുടെ കൊമ്പുകൾ നീളണം. മതിലിന്മേൽ മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? ജാതികളുടെ മേലും അതിന്റെ ചില്ലകളും അതിന്റെ കൊമ്പുകളും നദി വരെ എന്ത് ചെയ്യണം? എവിടെ ചെല്ലാമോ അവിടെ വരെ നീളണം. എന്തിനു വേണ്ടിയാ? അവിടെ ഫലം കഴിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ ആത്മാവധിക ശക്തിയോടെ വിളിച്ചു പറയുന്നു, ഫലം കഴിക്കുന്നതിന് എവിടെയൊക്കെ ഫലം കഴിക്കാമോ, എവിടെയൊക്കെ നമ്മുടെ തലമുറ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഫലം കഴിക്കണം. പുറത്തായിരിക്കാം, അവർ ഇന്ത്യക്ക് പുറത്തായിരിക്കാം, അവർ ഗൾഫ് നാടുകൾക്ക് പുറത്തായിരിക്കാം, അവർ യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കാം, എവിടൊക്കെ അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും വഴിവൊക്കെയൊക്കെയും അതിനെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളഞ്ഞതെന്ത്? വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളഞ്ഞതെന്ത്? സൈനികളെ ദൈവമേ തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാശിച്ച്
മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. ഒരു സന്ദർശനം ആവശ്യമുണ്ട്. ആത്മാവധികം ശക്തിയോടെ ദൈവം ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന കടമകൾ പ്രാധാന്യത്തോടെ ചെയ്യുവാൻ കഴിയാതെ പ്രാധാന്യമില്ലാത്ത കാര്യത്തിന് ചെവി കൊടുത്തിട്ട് ഹല്ലേലൂയ സംസാരിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് അത് കാട്ടുമുന്തിരിങ്ങ കായ്ക്കണ അനുഭവത്തിൽ നിന്ന് ഒരു മടങ്ങി വരും ദൈവസഭയ്ക്ക് ആവശ്യമുണ്ടെന്ന് ശക്തിയോടെ വിളിച്ചു പറയുക. നീ ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. അതിന്റെ കൊമ്പുകൾ നീണ്ടിരുന്നു. മതിലിന്മേൽ അത് പടർന്നിരുന്നു. പക്ഷേ അത് പലപ്പോഴും കഴിക്കുന്നത് ദൈവസഭയോട് അധിക ശക്തിയോടെ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു. ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവസഭയാകണം. ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവസഭയാകണം. നിന്റെ 15 വാക്യം, നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. കർത്താവേ, നീ പാലിക്കണമേ. നട്ടിട്ടുള്ളതിന്റെ തയ്യെ പാലിക്കണമേ. നിന്റെ വലം കൈ കൊണ്ട് അതിനെ ഒന്ന് താങ്ങണമേ. നിന്റെ വലം കൈ കൊണ്ട് അതിനെ ഒന്ന് താങ്ങണമേ. നിന്റെ പകൽ ഫലം കായ്ക്കാൻ വേണ്ടിയാ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫലം കായ്ക്കാൻ വേണ്ടിയാ നമ്മൾ ആകാത്ത ഫലം കായ്ക്കരുത്. കാട്ടുമുന്തിരിങ്ങ കായ്ക്കരുത്. കാട്ടുമുന്തിരിങ്ങ കായ്ക്കരുത്. കാട്ടുമുന്തിരിങ്ങ കായ്ക്കരുത്. നല്ല ഫലം യോസഫിനെ പോലെ യോസഫിനെ പോലെ പടരാൻ, യോസഫിനെ പോലെ ഫലം കായ്ക്കാൻ. അവന്റെ വില്ല് എന്തെയ്തെന്ന തകർക്കാൻ ഒരു അന്ധകാര ശക്തികൾക്ക് കഴിയില്ല. അവനെ തകർക്കാൻ ഒരു ഫറവോന്റെ ആധിപത്യങ്ങൾക്ക് കഴിയില്ല. അവനെ തകർക്കാൻ ഒരു സഹോദരന്റെ ബുദ്ധി കൊണ്ടും കഴിയില്ല. അവനെ തകർക്കാൻ ഏറ്റവും ഉന്നതനായ പൊത്തിപ്പേരിന്റെ ഭാര്യയ്ക്കും കഴിയില്ല. കാരണം അവൻ അതിനെയൊക്കെ മുകളിലൂടെ അതിനെയൊക്കെ അതിജീവിക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർക്കാൻ നോക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് നേരെ തിരിച്ച് പിന്നെ എന്ത് ചെയ്യാം? വളർച്ചയും മുരടിച്ച് അതിന്റെ തലപ്പും മുരടിച്ച് താഴേക്ക് പോയിട്ട് പിന്നെ ഉണർവൊക്കെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? കയറി കഴിച്ചു പിന്നെ എന്തെങ്കിലും ഒരു വില്ലടികളിൽ നിന്ന് എന്നാ പിന്നെ എന്ത് ചെയ്തു? യോസഫിന്റെ അങ്ങനെ പോകുന്ന വില്ലല്ല. യോസഫിന്റെ വില്ല് ഉറപ്പോടെ നിൽക്കും. യോസഫിന്റെ വില്ല് ഉറപ്പോടെ നിൽക്കും. കാരണം അല്ലെങ്കിൽ യാക്കോബിന്റെ വല്ലവന്റെ ഭുജം അവിടെ ഇറങ്ങി വരും. വിശ്വസ്തയോടെ നിന്ന വല്ലവന്റെ ഭുജം നിന്റെ കരങ്ങളിൽ വെളിപ്പെടും. വെളിപ്പെടോ? നീ തകർന്നു പോകയില്ല. നീ വീണ് പോകയില്ല. നിന്നെ ഉയർത്തുവാനുള്ള സമയമുണ്ട്. നിങ്ങളെ അതിജീവിച്ച് ആത്മാവിൽ വളരുവാൻ നമുക്ക് ദൈവത്തോട് ശക്തമായി ദൈവം നമ്മുടെ മേൽ വെളിപ്പെടുക. ദൈവസ്നേഹത്തിന്റെ ആഴം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തെ വലയേണ്ടതിന് നമുക്ക് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണുകളെ ആത്മാവിൽ പ്രാർത്ഥിക്കും പോലെ അനീഷ് ബ്രദർ ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ കർത്താവെ സ്വർഗീയത്തിലേക്ക് അടുത്ത് വരുന്ന സ്വാഭാവികമായ പാത്രത്തിലായിരിക്കാൻ സഹായിച്ചതിനെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവെങ്കിൽ ഫലം കായ്ക്കുവാൻ കർത്താവെ ഹല്ലേലൂയ നല്ല മുന്തിരിവള്ളിയായെങ്കിൽ ചേർന്ന് കർത്താവ് ഫലം കായ്ക്കുവാൻ അവൻ മതിലുകളിന്മേൽ പടർന്ന് കർത്താവ് ഞങ്ങളെ ഒതുക്കുവാൻ ശ്രമിക്കുന്നതിന് നടുവിൽ കർത്താവ് ഞങ്ങളെ തണുത്തുവാൻ ശ്രമിക്കുന്നതിന് നടുവിൽ അവൻ സഭയായി പടർന്ന് കയറി കർത്താവ് ദേശത്തെ കീഴ്നിർമ്മിക്കുന്നവരായി തീരുവാൻ
ഞങ്ങളെ ഇടയാക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ബലത്തോടെ ശക്തിയോടെ കർത്താവേ നാഥന് പ്രയോജനമുള്ളവരെ തിരുവ ഞങ്ങൾ ഇടയാക്കുമാറാകണമേ. വലിയ പ്രവൃത്തി ഞങ്ങൾ കൂടി ദേശം ചെയ്തെടുക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഒരു സൈന്യമായി നിന്ന് കർത്താവ് അങ്ങേക്ക് വേണ്ടി വൻകാര്യങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ, നിറയ്ക്കുമാറാകണമേ. ഈ ആഴ്ചക്കാലം കർത്താവേ ബാധ്യപ്പെടുത്തിയെങ്കിൽ കർത്താവേ ഞങ്ങൾ ബലത്തോടെ ആയിരിക്കും ഇടയാക്കുമാറാകണമേ. പദ്ധതി ബലത്തോടെ ഞങ്ങൾ നടത്തുമാറാകണമേ കർത്താവേ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ കർത്താവേ ദേശത്തിന്റെ കർത്താവേ മോശം വാർത്തകളുടെ നടുവിൽ കർത്താവേ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞങ്ങളെ ബലത്തോടെ നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണ്ടും കാണുന്ന മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗുകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അല്ലെങ്കിൽ നീ കൂടെ ഇരിക്കണമേ, ഞങ്ങൾ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾ നടത്തുന്നതിനായി സ്തോത്രം ചെയ്തു ദേവാസിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം സകലവും ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.